മനേഷ് മൂർത്തിലേക്ക് കൂടി. മനേഷ്, ഈ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഭരണ തുടർച്ചയെന്നാണല്ലോ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറയുന്നത്. പക്ഷേ ഈ TVK അധികാരത്തിൽ വരുമെന്ന് ഒരേ ഒരു എക്സിറ്റ് പോൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ മനേഷ്? ഉന്മേഷ് രശ്ന, അതുതന്നെയാണ് എക്സിറ്റ് പോളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലമായി അല്ലെങ്കിൽ ഒരു പ്രവചനമായി നമുക്ക് കാണാൻ സാധിക്കുക. ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന സർവേയിലാണ് കൃത്യമായി തന്നെ ഒരു ഭൂരിപക്ഷം വിജയിക്ക് പറയുന്നത്. അത് 98 മുതൽ 120 സീറ്റുകൾ വരെ TVK നേടും, തമിഴക വെട്രിക്കഴകം നേടും എന്നുള്ളത്. വ്യക്തമായൊരു ഭൂരിപക്ഷത്തിൽ തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ആ സർവേ ഫലം പറയുന്നത്. DMK ആണെങ്കിൽ 92 മുതൽ 110 വരെ സീറ്റുകൾ പറയുന്നു. DMK സഖ്യത്തിന് 22 മുതൽ 32 സീറ്റുകൾ വരെ. അതായത് പുറത്തു വന്ന സർവേ ഫലങ്ങളിലെല്ലാം TVK എവിടെ, അതായത് നേരത്തെ മുതൽ തന്നെ 1 മുതൽ 42 സീറ്റുകൾ വരെ പല സർവേകളിലും TVK പറയുന്നുണ്ട്. ഈ സർവേ ഫലങ്ങൾ നമ്മളൊന്ന് ആകെ പരിശോധിക്കുമ്പോൾ സർവേ ഫലങ്ങളിൽ TVK എവിടെയൊക്കെ സീറ്റുകൾ കൂടുന്നു, ഏതൊക്കെ സർവേയിൽ കൂടുന്നു, ആ സീറ്റുകളെല്ലാം തന്നെ DMKയുടെ സീറ്റുകളാണ് എന്നുള്ളതാണ് ആ ഒരു താരതമ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു സർവേയിൽ മാത്രമാണ് TVK ഒരു ഭൂരിപക്ഷം, തമിഴ്നാട് ഭരിക്കാനുള്ളൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്ന് പറയുന്നത്. ബാക്കിയുള്ള സർവേകളിലെല്ലാം തന്നെ DMK സഖ്യം അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് പറയുന്നത്. 120 മുതൽ 160 വരെ സീറ്റുകൾ നേടിക്കൊണ്ട് DMK സഖ്യം അധികാരത്തിലെത്തും എന്ന് തന്നെ പറയുന്നു. 2 സർവേകളിൽ എന്തായാലും DMKക്ക് ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. അത് JVC സർവേയിലും അതുപോലെ തന്നെ വോട്ട് വൈവ് CNN സർവേയിലുമാണ് DMK സഖ്യത്തിന്, NDA സഖ്യത്തിന് ഒരു അധികാരത്തിലെത്തും എന്നുള്ള കാര്യം പറയുന്നത്. അവർ ഈ 2 സർവേകളിലുമായി പറയുന്നത് 124 മുതൽ 147 വരെ സീറ്റുകൾ ലഭിക്കും എന്നുള്ളതാണ്. എന്തായാലും തമിഴ്നാട്ടിൽ നിലവിൽ പുറത്തു വന്ന സർവേ ഫലങ്ങളിലെല്ലാം തന്നെ DMK സഖ്യത്തിന് വ്യക്തമായ ഒരു മുൻതൂക്കം പറയുന്നുണ്ട്. TVK ഒരു സർവേയിലും 2 സർവേയിൽ DMKക്ക് മുൻതൂക്കം പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതുച്ചേരിയിൽ പുറത്തു വന്ന എല്ലാ സർവേകളിലും NR കോൺഗ്രസ്, അതായത് NDA സഖ്യം തന്നെ തുടർന്ന് ഭരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അത് ആ രീതിയിൽ 30 സീറ്റുകളാണ് അവിടെ ആകെ ഉള്ളത്. 16 മുതൽ 20 സീറ്റുകൾ വരെ NDA സഖ്യം, NR കോൺഗ്രസ് നേതൃത്വം നൽകുന്ന NDA സഖ്യം നേടും എന്നുള്ളതാണ്. കോൺഗ്രസിന് 6 മുതൽ 8 സീറ്റുകൾ വരെയാണ് കോൺഗ്രസ് DMK സഖ്യത്തിന് ലഭിക്കുക. അവിടെയും TVK 2 മുതൽ 4 സീറ്റുകൾ വരെ നേടാനുള്ള ഒരു സാധ്യതയും എന്തായാലും പല പ്രവചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ TVK ഒരു വലിയ ഘടകമായി തന്നെ മാറുന്നു തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിലാണെങ്കിലും പുതുച്ചേരിയിലാണെങ്കിലും രണ്ടിടങ്ങളിലും TVK പിടിക്കുന്ന വോട്ടുകൾ എന്തായാലും ഈ ജയപരാജയങ്ങളെ അല്ലെങ്കിൽ അധികാരത്തിലെത്തുന്ന പാർട്ടിയുടെ വിജയ സാധ്യതകളെയൊക്കെ എന്തായാലും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ രസ്ന, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.